ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ചില ദിവസങ്ങളിൽ അതിനുമായിട്ട് നമുക്ക് ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത് എന്താ പറയുക, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, രണ്ടിലും കെട്ടൊരു ഫീലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഉള്ളത്. പക്ഷെ എങ്ങനെയൊക്കെ ഫീൽ ചെയ്താലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഇന്ന് നീക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. 8:10 എന്നൊക്കെ പറഞ്ഞ് നീറ്റ് വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എണീപ്പിച്ചു. എനിക്കുള്ള സംഭവങ്ങളൊക്കെയാണ്, മദ്രസ കണ്ടിട്ടോ. അപ്പൊ എഴുത്തും കുത്തൊക്കെയാണ് ഡെയിലി നടക്കുകയാണ്, ഞാൻ നമ്മളെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റപ്പോൾ രണ്ടിലും കെട്ടൊരു ഫീൽ ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതിൽ തേങ്ങ വേണം. അപ്പൊ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചെടുത്ത് തിന്നിട്ടുണ്ട്. എനിക്ക് തേങ്ങ ചിരവുമ്പോൾ ഫസ്റ്റിലുള്ള ആ മേൽഭാഗം ഇങ്ങനെ കഴിക്കണത് ഇഷ്ടമാണ് കേട്ടോ. അടിയിക്ക് ഇറക്കിയിട്ടുള്ള തേങ്ങനെ ഇഷ്ടമല്ല. അതിനിപ്പോൾ തേങ്ങ ചിരവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെ ചാരി നിന്ന് ചിരവണം. അങ്ങനെ എന്തായാലും അതൊക്കെ ചിരവി എടുത്തിട്ട് നമ്മളിതേ ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് തേങ്ങയും കൂടെ ചിരവിയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സൈസ് ഉള്ളി, കുറച്ച് കറിവേപ്പിലയും, ഒരു 2 പച്ചമുളക് കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരുപാട് ഇടുന്നില്ല. അപ്പൊ ഇസുവിന് ഭയങ്കര പ്രശ്നമാവും. അപ്പൊ നമ്മൾ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. അടുത്തേ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ഒരു ഗോതമ്പ് മാവ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു പോലെ കുറച്ച് ലൂസായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിന് ഞങ്ങളുടെ ഇവിടെ ഗോതമ്പ് അട എന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ അധികം തറവാട്ടിലൊക്കെ ആകുമ്പോൾ ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനോടുള്ള ഒരു ഇഷ്ടം എല്ലാവർക്കും വളരെ കുറവായതുകൊണ്ട് ഉണ്ടാക്കാറില്ല. ഇതിപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ഇതിപ്പോ ഇനി കുട്ടികൾ തിന്നോന്ന് എനിക്കറിയില്ല, ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ സംഭവം ഹെൽത്തിയാണ് കേട്ടോ. ഗോതമ്പ് ആണല്ലോ, പിന്നെ ഗോതമ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റും. പിന്നെ ഞാൻ ഒന്നൊക്കെ കഴിക്കട്ടോ, വല്ലാതെ ഒന്നും കഴിക്കൂല. അങ്ങനെ നമ്മളിതേ ദോശക്കല്ലൊക്കെ ചൂടാക്കി കുറച്ച് എണ്ണയ്ക്ക് ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഒരു ബോളാക്കി എടുത്തിട്ട് അതിനെ ചട്ടിയിലോട്ട് ഇട്ട് ഇങ്ങനെ വെള്ളത്തിൽ വിരലൊക്കെ മുക്കി നമ്മുടെ ചട്ടിയിൽ വിരൽ പെടാതെ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. പരത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, നമ്മുടെ വിരലുകളൊന്നും നമ്മുടെ ചട്ടിയിൽ പെടരുത്. ചട്ടിയിൽ പെട്ട രാവിലെ തന്നെ കൈ പുള്ളി എന്നുള്ള പേര് കേൾക്കേണ്ടി വരും. അപ്പം അതിനുള്ള ഇടവരുത്തരുത്. എൻ്റെ പൊള്ളാറുണ്ട്. ഞാൻ അധികം ഒന്നും ഇത് ഉണ്ടാക്കിയ ഒരു ഓർമ്മ എനിക്കില്ല, എന്നാലും ഏതോ ഒരു ഓർമ്മയിൽ പൊള്ളിയൊരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. അപ്പം എന്തായാലും പൊള്ളാതെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. ഇതിങ്ങനെ എക്സ്പീരിയൻസും ആണ് കേട്ടോ, അങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തെ ഞാനൊരു കുട്ടി അപ്പം അല്ലെങ്കിൽ അട ആണ് ഉണ്ടാക്കിയെടുത്തത്. നമുക്കിത് വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ 2 സൈഡ് നന്നായിട്ട് കുക്കാവണം. കുറച്ച് തിക്കുണ്ടാവും, പക്ഷെ ഒരുപാടില്ല കേട്ടോ. പക്ഷെ നമുക്ക് മാക്സിമം ഇങ്ങനെ കനം കുറച്ച് പരത്താൻ പറ്റുമോ അങ്ങനെ പരത്തണം നല്ലത്. അപ്പൊ ഇത് അടിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അടിഭാഗം പോലെ തന്നെ മേൽഭാഗമായി വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. അപ്പൊ ഇത് ഒരെണ്ണം അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഗോതമ്പ് അട. ഇത് നിങ്ങളുടെ അവിടെ നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കാറുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ എന്നുള്ളത് കമന്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അടുക്കള വശം ഒന്ന് തുറന്നു നോക്കിയതാണ്, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. ഭയങ്കരമായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖാക്കാന്റെ വീടിന്റെ തേപ്പ് നടക്കുകയാണ്. അപ്പം നമ്മുടെ അടുക്കളയുടെ സൈഡിലോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റില്ല. അഥവാ വാതിൽ തുറന്നാൽ ചിലപ്പോൾ കല്ലും മണ്ണും ഇഷ്ടികയൊക്കെ ചിലപ്പോൾ തലയിൽ വന്ന് വീഴും. അതുകൊണ്ട് നമ്മളിത് അടച്ചിടാറാണ് കേട്ടോ. പതിവ് വീട് അടുത്തടുത്തായതുകൊണ്ട് അടുക്കള പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അതേ വീട് പണിയൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീടിന്റെ കമന്റ് ബോക്സിൽ വീട് പണി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ കേട്ടോ. തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ കുറച്ച് തേച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടിന്റെ സൈഡിലാട്ടോ തേച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ 2 വീടിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. പക്ഷെ നമുക്ക് ഇപ്പൊ ഞാൻ ഫ്രണ്ട് കൂടെയാണ് കേട്ടോ ഇറങ്ങലും കയറലും, എന്താവശ്യത്തിന് വേണമെങ്കിലും. അപ്പൊ ഭയങ്കര പ്രശ്നമാണത്. അങ്ങനെ നമ്മുടെ എന്താ പറയാ, മേലെ തേക്കൽ കഴിഞ്ഞു. ഇനി താഴ്ഭാഗമാണ് തേച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കെട്ടിയതൊക്കെ കഴിച്ചിട്ട് നേരാക്കാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട നമ്മുടെ ഈ ഒരു അടുക്കളയുടെ സൈഡ് നേരാക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് തെറിച്ചിട്ടുണ്ട്. ഫുള്ള് മണലും പാറമണലും സിമെന്റും കാര്യങ്ങളൊക്കെയാണ്. സിദ്ദിഖാക്ക എന്തൊക്കെയോ വാരി എറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഇങ്ങനെ തെറിക്കുകൊണ്ട് നമ്മുടെ ഗ്രില്ലിന്റെ അവിടെ ഒന്ന് മറച്ചു കൊടുക്കാണ്ട് ഏതോ ഒരു പഴയ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ഞാനും ഉപ്പിയും മർഷാക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അർഷാക്കിന് ഡെയിലി രാവിലെയുള്ള ഒരു പണി എന്ന് പറയുന്നത് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കാക്കത്തെ മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് മത്തിയാണ് കേട്ടോ. കാക്ക അവിടേക്ക് അയില് നമ്മുടെ അവിടേക്ക് മത്തിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പൈസ നമ്മൾ കൊടുക്കണേ, ആരും വെറുതെ വാങ്ങി തന്നാണെന്ന് വിചാരിക്കരുത്. മീൻ വാങ്ങാൻ കാക്കാന്റെ അസമോളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അസമോൾ ഇന്നലെ നല്ലൊരു വീഴ്ച പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നു വീഴുമ്പം. അപ്പൊ സയാൻ വീണിട്ട് അന്ന് ബോധം പോയ ആ ഒരു സംഭവം കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പേടിയാണ് കേട്ടോ. അങ്ങനെ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോ ഒരു വയറുകാഴ്ചയാണ്. അപ്പൊ സത്യം പറഞ്ഞ ആ സമയത്ത് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കിത് പോയിട്ട് മത്തിനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടാം. അപ്പൊ ഇന്ന് അർഷാക്ക് കുറച്ച് നേരത്തെ പോവാണ് കേട്ടോ വർക്കിന്. ഇന്ന് കുറച്ച് ഒരുപാട് ഹെവി വർക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ല, വൈകുന്നേരം നേരം വൈകിട്ട് വരുള്ളൂ എന്നൊക്കെ രാവിലെ പോകുമ്പോൾ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇൻഷാല്ലാ പോയി വന്നിട്ട് കാണുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർഷാക്ക് ഉച്ചക്ക് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മൂകാവസ്ഥയാണ് കേട്ടോ. ഡെയിലി ഉച്ചക്ക് വരുകൊണ്ട് നമുക്ക് ആ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടോ പോയ ഒരു ഫീലാവും. പിന്നെ വൈകുന്നേരമായിട്ട് വരുമ്പോൾ കുറേ സമയം കാണാതിരിക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കും കേട്ടോ. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കും. ചിലപ്പോൾ എപ്പിച്ച എവിടെ എന്താ വരാത്തതെന്നൊക്കെ പറയും. അങ്ങനെ അതേ ഞങ്ങളുടെ ഡാഡിക്ക് ടാറ്റയ്ക്ക് കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുക്കളയിലോട്ട് വന്ന് നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ചോറൊക്കെ വന്നു. അപ്പൊ ഇന്ന് കാര്യമായിട്ടൊന്നും നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഹൽക്ക പോലത്തെ ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് കരുതിട്ടാ. അപ്പൊ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയാത്തൊരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുരിങ്ങക്കായ ഉപ്പേരിയാണ്. അപ്പൊ മുരിങ്ങക്കായൊക്കെ 2 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചെക്കൻ അപ്പോഴേക്കും കഞ്ഞി വേണമെന്ന് പറഞ്ഞു വന്നു. വിശക്കുമ്പോ എവിടെയാണെങ്കിലും ഏത് മുക്കിലാണെങ്കിലും ആള് വരും കേട്ടോ. കളിയുടെ ഇടയിൽ നിന്നൊക്കെ വരും വെള്ളം കുടിക്കാന്, വിശക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് തരും എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കും. അപ്പൊ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. കഞ്ഞി ഡെയിലി ഒന്നും കുടിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ അത് കഴിക്കും. ഇന്നിപ്പോ രാവിലത്തെ നമ്മുടെ അട ആയതുകൊണ്ട് അത് തിന്നിട്ടൊന്നുമില്ല. അപ്പൊ കഞ്ഞി കൊടുത്തു. അപ്പൊ നമ്മുടെ ഉപ്പേരിക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം കേട്ടോ. നമ്മുടെ മുരിങ്ങക്കായ അവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ വെളുത്തുള്ളി, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക്. അപ്പോഴേക്കും ഒരു ഉള്ളി അപ്പുറത്തോട്ട് ചാടിയിട്ട് എന്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത്. അങ്ങനെ നമ്മൾ അതൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണം. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ട്രൈ നോക്കിയതാണ്. സംഭവം അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ മസാല ഉപ്പേരി സെറ്റാക്കി എടുക്കാന്നാട്ടോ ഞാൻ കരുതിയത്. പക്ഷെ അത് പിന്നീട് ഒരു പൊട്ടത്തരമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കണ്ടില്ലേ, എന്റെ ചട്ടി ഫുള്ള് കരിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. ചട്ടി ഇങ്ങനെ ആയതുകൊണ്ട് ഉള്ളി ഇങ്ങനെ മൂക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം 2 ഒരു കളറായിട്ട് ഇത് എന്തപ്പോ ഉണ്ടായിന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും നമ്മൾ ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 2 പച്ചമുളകും കൂടെ ഒന്ന് നടു കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉള്ളി മുരിയും തോറും നമ്മുടെ ചട്ടിയുടെ അരി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതായാലും ഇങ്ങനെ ആയില്ല, ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കാന്ന് കരുതിട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഒരു തേങ്ങയിലുള്ള വെള്ളമൊക്കെ പോയിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം. സംഭവം നിങ്ങൾ ചട്ടി അരിഞ്ഞത് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മുരിങ്ങക്കായ തോരൻ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കാന്നിട്ട് കരുതിയത്. പിന്നെ തോന്നി ഇതിങ്ങനെ ഉണ്ടാക്കാന്ന്. ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസുവിന് മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറിലായാലും വേറെ എന്തെങ്കിലും കറിയിലായാലും ആള് അടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ നല്ലതല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പൊ കഴിക്കട്ടെ എന്ന് കരുതി. അപ്പൊ നമ്മുടെ ഉപ്പേരി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം മത്തിയാണ്. അപ്പൊ മത്തി ഞാൻ കഴുകാൻ കൊണ്ടപ്പോഴേ എന്റെ പിന്നാലെ ഈച്ച കൂടിയതാണ്. ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കുറച്ച് പഞ്ഞിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇതിന് പഞ്ഞിമീൻ എന്നാണ് പറയാം കേട്ടോ. നിങ്ങൾ അവിടെ എന്താ പേരെന്നുള്ള ഇതൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ കറി സ്പെഷ്യലാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ നമ്മുടെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ചതയരുത്. പിന്നെ ഒരു വലിയൊരു സൈസ് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ബെസ്റ്റ് ആണ്. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞളും പിന്നെ നമ്മുടെ മുളക് പൊടി ഇല്ല, നല്ല എരിവുള്ള മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു മത്തിപ്പുളിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വറുത്ത ഉലുവ പൊടിച്ചത് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വറുത്ത് വെച്ചാണ്.
അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഇങ്ങനെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പുളി ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് പിഴിഞ്ഞെടുക്കാണ്. നമ്മൾ നേരത്തേല് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നു. പിന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. പക്ഷെ ഇത് ചൂട് മാറിയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ ആ ചെറിയ ചൂടിൽ തന്നെ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്ന് കുറച്ച് പുളിവെള്ളം നമ്മൾ ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി എടുക്കുക കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞി ക്ലാന്നാവും. അപ്പൊ ഇത് തക്കാളി കുറച്ച് ബെല്ലമുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം ബെല്ലത്തിൽ അതിനെ ഉടച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഉടയണ വരെ ഉടച്ചെടുത്തിട്ടു ഞാൻ. പിന്നെ ഞാൻ വല്ലാണ്ട് മെല്ലിക്കിട്ടാൻ നിന്നിട്ടില്ല. പിന്നെന്താ പറയാ, ഇതിങ്ങനെ ക്ലിമ്പുമ്പോ ഒരു സംഭവം എന്താ വെച്ചാല് നമ്മൾ മുളകിലാണല്ലോ കൈ ഇടുന്നത്. അപ്പൊ കൈ ചുട്ട് നീറാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെള്ളം കൂടെ ചേർത്തു. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയും പഞ്ഞിമീനും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പഞ്ഞിമീൻ ഞാൻ പൊരിക്കാന്ന് കരുതിയിട്ട് വേറെ വെച്ചാണ്. പിന്നെ മടിയായി കേസ്. അപ്പൊ പിന്നെ അത് എടുത്തിട്ട് ഇത് തന്നെ എടുത്തിട്ടു. അങ്ങനെ നമ്മൾ ഉപ്പും എരിവും പുളിയും എല്ലാം സെറ്റാക്കിട്ടോ. നമ്മളിത് ഇനിയാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പം ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്ര വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വറ്റിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് കറിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മത്തി വേവുന്നത് വരെ വെക്കാം. അതിന്റെ ഇടയിൽ ഞാനൊരു 3 ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡെയിലി നമ്മൾ ഈത്തപ്പഴം കുത്തിക്കയറ്റുന്നുണ്ട്. പ്രഗ്നന്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ശീലങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഈ ചട്ടീനെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. കുറച്ച് വെണ്ണൂറും കുറച്ച് നമ്മുടെ എന്താ പറയാ ഡിഷ് വാഷും കൂടെ ഒഴിച്ചിട്ട് പഴയ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരുതി കൊടുക്കാം കേട്ടോ. അപ്പൊ ഏകദേശം ഇങ്ങനെയൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ വരുന്നത് കേട്ടോ. ഒരുതി കൈ കടഞ്ഞു പോയി. വല്ലാണ്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കുതിർന്നപ്പോ തന്നെ പോയിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ മത്തി ഇവിടെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ അതേ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. പിന്നെ ആ ഭാഗത്തോട്ട് തിരിയരുത്. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്നുമ്പോൾ ഭയങ്കര തിരക്കാതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കിന് നമ്മുടെ മമ്മി നല്ല പരിപ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ വെന്തുടഞ്ഞ് ജസ്റ്റ് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറങ്ങിച്ചപ്പോൾ അതൊരു ഗ്ലാസ് എടുത്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ അതിൻ്റെ കൊടുത്തു. അപ്പോൾ പിന്നെ ചായയും കടിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ മടി ആയതുകൊണ്ട് അങ്ങനത്തെ ചായയുടെ കാര്യം കൂടെ ഒഴിവായി. രാവിലെ മുതലേ നമുക്ക് മടിയാണല്ലോ. അപ്പോൾ അതെ സയാനാണെങ്കിൽ ചോറാട്ട തിന്നണം. എനിക്ക് മീൻകറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഉച്ചക്കും കുറേ കഴിച്ചു. പിന്നെ 4 മണിക്കും ചോറ് മതി എന്നാട്ടോ. അതാണ് കഴിക്കണത്. 4 മണിക്കൊന്നും ചോറ് കഴിക്കാത്ത മനുഷ്യനാണ്. ഞാനാണെങ്കിൽ പായസം കുടിച്ച് വെള്ളം അരച്ചു, കുറച്ച് ഗ്യാസൊക്കെ കയറി കേട്ടോ. പിന്നെ ഞാനൊന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ അവിടെ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട്. തേപ്പൊക്കെ എന്തായി, വീട് പണി എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടി കാണിച്ചു തരാന്ന് കരുതി. അതായത് ഈ സൈഡ് മൊത്തത്തിൽ തേക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല മഴ വരുന്ന ലക്ഷണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പം പണിക്കാരും കൂടെ നമ്മളെ ടാർപ്പായൊക്കെ വലിച്ചു കെട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ അടുക്കള പുറത്തൊന്ന് ഇറങ്ങിയതാണ്. നല്ല പുള്ളി കോലങ്ങൾ ഇട്ടച്ച പോലെ ഫുള്ള് സിമെന്റ് തെറിച്ചിട്ടുണ്ട്. ജനലൊക്കെ അരപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. അതിന് ഇൻഷാല്ല എന്തായാലും നമ്മൾ പെയിന്റ് അടിക്കും കേട്ടോ. പെയിന്റ് അടിക്കുക, നമ്മുടെ വൈറ്റ് വാഷ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. സിദ്ദിഖാക്കാന്റെ വീടിരിക്കലാകുമ്പോഴത്തേന് പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ ഇവിടെയും പെയിന്റ് അടിക്കും. പിന്നെ കുറച്ച് ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഉപ്പിയും പണിക്കാരും കൂടെ നമ്മുടെ ടെറസിന്റെ മേലെ കൊണ്ടുവന്നിട്ടിരുന്ന തിരക്കാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ എല്ലാതും ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.